ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ചെറിയ ചൈന മൊബൈൽ കീപാഡ് സെറ്റിന് വരുന്ന ഫേക്ക് ചാർജിങ്ങിനെ കുറിച്ചാണ്. ഫേക്ക് ചാർജിങ് എന്തുകൊണ്ടൊക്കെ വരാം. ഇതിന് IC ഉണ്ട്. ICയുടെ കംപ്ലൈൻ്റാണ് വരുന്നത്. ICക്ക് എങ്ങനെ ജമ്പർ കൊടുക്കാം, ഇനി ജമ്പർ വേസ് ഉണ്ട്, ICക്ക് ജമ്പർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ടൈപ്പ് മൊബൈലിന് സാധാരണയായിട്ട് ഫേക്ക് ചാർജിങ് വരുന്നത് IC കംപ്ലൈൻറ്റുകളാണ്. അപ്പോൾ IC കംപ്ലൈൻറ്റുകൾ എങ്ങനെ റിപ്പയർ ചെയ്യാവുന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് 2 ടൈപ്പ് IC ആണ് വരുന്നത്. അതിൽ ആദ്യം വരുന്ന ടൈപ്പ് പറയാം. പ്രധാനമായിട്ട് 2 ടൈപ്പ് IC ആണ് വരുന്നത്. ഈ ചാർജിങ് കണക്ടർ ഇതാണ്. 1, 2, 3, 4, 5 ലെഗുകളാണ് ചാർജിങ് കണക്ടറിനുള്ളത്. ഇതിൽ ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് നേരെ ഗ്രൗണ്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരെണ്ണം RX, TX, പിന്നെ ഒരെണ്ണം നോ കണക്ഷൻ, നടുക്ക് വരുന്ന കണക്ഷനുകൾ. അത് പോട്ടെ, നമുക്ക് ഈ കണക്ഷനുകളെ കുറിച്ച് പറയാം. ഇതിനകത്ത് ഈ പോസിറ്റീവ് ലൈന് നേരെ കയറുന്നത് ICയിലേക്കാണ്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ IC ആണ്. നമുക്ക് കാണാൻ വലുപ്പത്തിനാണ് ഞാൻ ഇത്രയും വലുപ്പത്തിന് വരച്ചത്. അതിന് ഈ ഒരു സൈഡിലേക്ക് 4 ലെഗും ഈ സൈഡിലേക്ക് 4 ലെഗും ഉണ്ട്. അങ്ങനെ 8 ലെഗുള്ള IC ആണ്. ഈ 8 ലെഗുള്ള ICക്ക് ഇത് പലപ്പോഴും പല ഫോണുകളിലും തിരിച്ചും ഒക്കെ വെച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പിന്നുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ഞാനിപ്പോൾ പറയാം, നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എങ്ങനെയായാലും ഇതിൻ്റെ ഈ ICയുടെ രണ്ടാമത്തെ ലെഗിലേക്ക്, ഒന്നുകിൽ ഈ ഏതേലും ഈ രണ്ടാമത്തെ ലെഗ്, ഇതിനകത്ത് രണ്ടാമത്തെ ലെഗ് പറയുകയാണെങ്കിൽ ഇതാവാം. അപ്പോൾ ഏതാണ് രണ്ടാമത്തെ ലെഗ് എന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കണം. അപ്പം അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് എങ്ങനെ നോക്കി കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അതായത് ഇതിൻ്റെ ഇതാണെങ്കിൽ, വോൾട്ടേജ് ഇതാണെങ്കിൽ ഔട്ട് ഇതായിരിക്കും, ഇതാണെങ്കിൽ ഔട്ട് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഔട്ടിലുള്ള കണ്ടിന്യൂറ്റി ചാർജിങ് കണക്ടറിലേക്ക് പോകുന്നത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് കയറുന്നതെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂറ്റി ഇങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് 5.7 വോൾട്ടേജ് വരണം, ചാർജറിൽ നിന്നുള്ള കറക്റ്റ് കണക്ഷൻ വരണം. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിലാണ് കയറുന്നതെങ്കിൽ ഇതിനാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അല്ലെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിയാലും മതി. ഔട്ട്പുട്ട് ചാർജിങ് കണക്ടറിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെന്നൊരു ഇതിൻ്റെ ഇവിടെയാണ്. അഥവാ ഇങ്ങോട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക, അത് എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. ഔട്ട്പുട്ട് ഇവിടുന്ന് വന്നേച്ച് ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ കയറും. വലിയൊരു രജിസ്റ്ററാണ്, R220 എന്ന് പറയുന്ന ആ ഒരു രജിസ്റ്ററാണ്. അത് മിക്കവാറും ചാർജിങ് സെക്ഷനിലുള്ളതാണ്. അത് ഇതിന് മാത്രമല്ല, പല ചൈന മൊബൈലിനകത്തും ഉള്ളതാണ്. ചൈന ബോർഡിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്തൂടെ കയറി നേരെ ബാറ്ററി കണക്ടറിലേക്കാണ് വരുന്നത്. ബാറ്ററി കണക്ടർ ഇങ്ങനെയാണ്. ബാറ്ററി കണക്ടറിൽ ഇതിൽ ചിലത് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ B ബാറ്റ്. അപ്പം ചിലത് പ്ലസ് മൈനസ് ഈ സൈഡിലായിരിക്കും. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിച്ചേക്കും, പ്ലസും മൈനസും. അപ്പോൾ നേരെ പ്ലസ്സിലേക്കാണ് ഈ കയറുന്നത്. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇവിടം വരെ വരുന്നുണ്ടെന്ന് വയ്ക്കുക. ഇവിടെ നമുക്ക് വേണ്ട വോൾട്ടേജ് 3.7 തൊട്ട് 4.7 വരെയുള്ള വോൾട്ടേജിൽ ഏതെങ്കിലും ആയിരിക്കണം. അതിൽ വേരിയേഷൻ വരാം to 4.7. ഇത്ര വോൾട്ടേജ് വന്നാൽ ചാർജിങ് സ്റ്റോർ ആവത്തുള്ളൂ.
അല്ല ഇവിടെ 2 വോൾട്ടേജോ 3 വോൾട്ടേജോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് കയറുന്ന കാണിക്കും, സ്റ്റോർ ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഐ സി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് വേറൊരു ഐഡിയ ഉണ്ട്. ഐ സിക്ക് ഒരു ജമ്പറുണ്ട്. ആ ജമ്പറിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഐ സിക്ക് ജമ്പർ കൊടുക്കേണ്ടത്, അതായത് ഇൻപുട്ട് കയറുന്ന വോൾട്ടേജിൻ്റെ തൊട്ട് മുകളിലുള്ള കണക്ഷൻ, അതായത് ഇവിടുന്നാണ് പോയിൻ്റ് പോകുന്നത്. 1 2 3 4 5 6 7 8, അതായത് 2 2 3 തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 3.7 വോൾട്ടേജ് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ വേറെ ഫേക്ക് ചാർജിങ് വരുന്നത് ഈ കമ്പണൻറ്റിൻ്റെ ആണ്, R220. ഇത് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നുമില്ല. ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നോ അത് അപ്പുറേ കടത്തി വിടണം. അപ്പം നിങ്ങൾ ഈ R220യുടെ കംപ്ലയിൻ്റ് ആണെന്നൊരു ഈ R220 മാറ്റി വയ്ക്കുക. ഐ സിയുടെ കംപ്ലയിൻ്റ് ആണെന്നൊരു നിങ്ങൾ ആദ്യം ഷോർട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് വോൾട്ടേജ് വരും. കറക്റ്റ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഫോണ് ചാർജ് ചെയ്യാൻ തുടങ്ങും, ചാർജിങ് ആകുമ്പോൾ. ഇനി അടുത്തത് മറ്റേ ടൈപ്പ്, ഈ 6 ലെഗുള്ളത്. 6 ലെഗുള്ളതിനും ജമ്പറുണ്ട്. അതിൻ്റെയും ജമ്പർ എങ്ങനെയാണെന്ന് പറയാം. ഇതാണ് ചാർജിങ് കണക്ടർ എന്ന് വിചാരിക്കുക. 1 2 3 4 5 ചാർജിങ് കണക്ടറിൽ ഇവിടെ ഐ സി ഉണ്ടാവും. ഒരു സൈഡിൽ 3 ലെഗും മറ്റേ സൈഡിൽ 3 ലെഗും, അങ്ങനെ 6 ലെഗാണുള്ളത്. ഇതിൻ്റെ പോസിറ്റീവും ഇതാണെന്ന് വിചാരിച്ചു. ഈ സൈഡിൽ തന്നെയല്ല നമ്മൾ മുമ്പ് വരച്ചത്. പിന്നെ നെഗറ്റീവ് ഗ്രൗണ്ടിലേക്ക് പോകണം. പോസിറ്റീവ് നേരെ വരുന്നത് എപ്പോഴും ഈ ഐ സിയുടെ അടിയിലത്തെ ലെഗിലേക്കായിരിക്കും. അപ്പോൾ അടിയിലത്തെ ലെഗിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ്, അതായത് കോണോട് കോണ് മുകളിലോട്ടുള്ള ഒരു ലൈനിൽ നിന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൻ്റെ ഈ R220യുടെ അവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഇൻപുട്ട് ഏതാണ്. ഇതാണ് R220. R220യുടെ ഈ സൈഡിൽ നിന്ന് പിടിച്ച് വെച്ച് എങ്ങോട്ടാണ് കണ്ടിന്യൂറ്റി പോകുന്നത് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബാറ്ററി കണക്ടറിലോട്ട് പോകുന്നു. ഇതാണ് ബാറ്ററി കണക്ടർ എന്ന് വിചാരിച്ചു. 1 2 3 ഇതിൻ്റെ പോസിറ്റീവിലേക്ക് പോകുന്നു. ഈ പോസിറ്റീവിൽ വോൾട്ടേജ് നമുക്ക് 3.7 കിട്ടണം. ഇവിടെയും 3.7 ആയിരിക്കണം, ഇവിടെയും 3.7 ആയിരിക്കണം. ഈ ഐ സിയുടെ ഔട്ട്പുട്ടിൽ നിന്ന് 3.7 വരണം. അഥവാ 3.7 വരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ജമ്പർ, അപ്പം നിങ്ങൾ ഇവിടാണോ ഇൻപുട്ട്, ഇവിടാണ് ഇൻപുട്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ ഐ സിയുടെ പൊസിഷൻ വെച്ചേക്കുന്നതനുസരിച്ച് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടാണ് ഇതിൻ്റെ ഇൻപുട്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ കറക്റ്റായിട്ട് വോൾട്ടേജ് വരുന്നില്ലെന്നൊരു നിങ്ങൾക്ക് ഈ ജമ്പർ കൊടുക്കാം. നേരെ ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാം. ജമ്പർ കൊടുത്തേച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ചെക്ക് ചെയ്തേച്ച് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് 3.7 to 4.7 ഇടയ്ക്കുള്ള ഒരു വോൾട്ടേജ് കിട്ടിയാൽ നിങ്ങളുടെ ചാർജിങ് സ്റ്റോർ ആവാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ. ഇതിൻ്റെ ഐ സിയുടെ കണക്ഷൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് ആകുന്ന സ്പെയറുകൾ R220 ഈ ഐ സി ആണ്. ഐ സി കംപ്ലൈൻ്റ് ആണ്, നിങ്ങൾക്ക് മാറ്റി വെക്കാം. എല്ലാ ചൈനയുടെ ബോർഡുകളിലും മിക്കവാറും ഈ 2 കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര ലെഗാണുള്ളതെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.